ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പം വേറെ ഒന്നുമല്ല, നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം. ആ വിവാഹം നടക്കുമോ? അതിനു മുമ്പ് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമോ? സാം സത്യങ്ങളൊക്കെ ആരോടെങ്കിലും വിളിച്ചു പറയുവോ എന്നൊക്കെ ഒരു ചെറിയ ആ ഒരു ആകാംക്ഷയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. അപ്പോൾ ശ്രുതിയോട് വേറൊന്നുമല്ല സാം ആവശ്യപ്പെട്ടിരിക്കുന്നത്, എൻ്റെ കൂടെ ഒരു ദിവസം റൂമിൽ വരണം. ഏതായാലും ആ ആവശ്യം തള്ളിക്കളയാൻ ശ്രുതിക്ക് കഴിഞ്ഞില്ല. കാരണം ആ ആവശ്യം തള്ളിക്കളയുകയാണെങ്കിൽ ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും, ഈ വിവാഹം മുടങ്ങും. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ശ്രുതി പറഞ്ഞു ഞാൻ വരാം എന്ന്. കൂട്ടുകാരി ആവുന്ന തരത്തിൽ പറഞ്ഞു, നീ എന്താടി കാണിച്ചത്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് വേറൊരു വഴിയില്ല, എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ സത്യങ്ങളൊക്കെ ശ്രുതി അറിയുന്നത് വരെ കാത്തിരിക്കണോ? ഇനി അയാൾ ആരോടെങ്കിലും ഇതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ സാം, അതായത് പി എ, ആ മേഡത്തിൻ്റെ പി എ ആണ്, മാനേജറാണ്. അപ്പം ആ പുള്ളിക്കാരൻ ഒരു ഹോട്ടൽ റൂമാണ് കേട്ടോ കാണിക്കുന്നത്. ആ ഒരു റൂമിലേക്ക് പോവുകയാണ്. അപ്പം വളരെ സുന്ദരനായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്, വലിയ പ്രതീക്ഷയോടുകൂടി. കാരണം നമ്മുടെ ശ്രുതിയെ ഒരു ദിവസം കിട്ടുമല്ലോ എന്ന ആ ഒരു പ്രതീക്ഷയാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോൾ വലിയ സന്തോഷത്തോടെ കൂടി പോകുന്നു. അതും ഇടയ്ക്ക് അയാൾ മനസ്സിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ വന്ന് എൻ്റെ വലയിൽ വീഴുന്നത് കൊണ്ട് ഓരോ ദിവസവും അങ്ങ് എൻജോയ് ചെയ്തങ്ങ് കഴിഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ ഹോട്ടലിലെത്തുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഹോട്ടലിലെത്തി കഴിയുമ്പോഴേക്കും അവിടുത്തെ ആ ഒരു റിസപ്ഷനിൽ അവർ പറയുന്നുണ്ട്, അതെ സാറിനെ തിരക്കി ഒരു മേഡം വന്നിട്ടുണ്ട്, മേഡം റൂം നമ്പർ 8 എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളപ്പം എന്നെക്കാളും മുമ്പേ വന്നോ? അപ്പം അവൾക്ക് എന്നെക്കാളും തിടുക്കുമോ എന്ന മട്ടിയാണ് നമ്മുടെ സാം. അങ്ങനെ ആ റിസപ്ഷനിലിരുന്ന ആൾ പറഞ്ഞു, സാറിൻ്റെയൊക്കെ ഒരു യോഗം, ഓരോ ദിവസം ഓരോരുത്തരെ എവിടെ നിന്ന് കിട്ടുന്നു സാറേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാം വലിയ വെയിറ്റൊക്കെ ഇട്ടിട്ട് അതിനൊരു യോഗം വേണോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ പാട്ടൊക്കെ പാടി വലിയ സന്തോഷത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ അകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. കാരണം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്, ഒത്തിരി നാൾ ശ്രുതിയുടെ പുറകെ നടന്നതാണ്. അപ്പോൾ ശ്രുതിയെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പുള്ളിക്കാരന്. അപ്പോൾ പുള്ളിക്കാരൻ ചെന്ന് കയറുമ്പോഴത്തേക്കും ഇങ്ങനെ പുറം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ശ്രുതിനെ കണ്ട ഉടനെ തന്നെ ഇതാരിത്, ശ്രുതിയോ? അല്ലല്ലല്ല, കല്യാണി. ഏതായാലും ഈ ശ്രുതി എന്നുള്ള പേരിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടതേ ഈ കല്യാണി എന്നുള്ള പേര് തന്നെയാണ്. ഏതായാലും ആ പേരാ നിനക്ക് ചേരുന്നത്. എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയാമല്ലോ എൻ്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പല തവണ വഴുതി മാറിയിട്ടുണ്ട്, അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും ആ ആഗ്രഹം നടക്കാൻ പോവുകയാണല്ലോ. ഏതായാലും നീ വന്നത് നന്നായി. പിന്നെ ഈ റൂം നമ്പർ 8 എന്ന് പറയുന്നത് എൻ്റെ ലക്കി നമ്പറാണ്, ഈ 8. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാം അങ്ങ് പോകുന്നത്. അങ്ങനെ സാം ചെന്ന് ഇങ്ങനെ ശ്രുതിയുടെ തോളിൽ ഇങ്ങനെ വെക്കാൻ കൈ ഇങ്ങനെ വെച്ചതും പെട്ടെന്ന് തിരിഞ്ഞതും ആള് ശ്രുതിയല്ല, നമ്മുടെ സാമിന് 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. ആരായിരിക്കും? സാമിൻ്റെ കെട്ടിയോളാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഏതായാലും ഇങ്ങ് തിരിഞ്ഞു കെട്ടിയോള്. തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സാം ഞെട്ട് ചെയ്ത് കേട്ടോ. നീ എന്താ ഇവിടെ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോഴത്തേക്കും എടാ ചെറ്റേ, നീ എന്താ ഇവിടെ എന്ന് നീ എന്നോട് ചോദിക്കുന്നല്ലേ? എടാ നാണം ഉണ്ടോടാ നിനക്ക്? നിന്നെ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാടാ സ്നേഹിച്ചു കൊണ്ട് നടന്നത്. എന്നിട്ട് നീ എന്താടാ കാണിച്ചത്? ഒരു ഭാര്യ എന്ന സ്ഥാനം എനിക്ക് തരണ്ട, ഒരു പെണ്ണെന്ന സ്ഥാനം നീ എനിക്ക് തന്നാൽ മതിയായിരുന്നു. നിന്നെ ഞാൻ വിശ്വസിച്ച് നിൻ്റെ എല്ലാ ചെറ്റത്തരങ്ങൾക്കും കൂട്ടു നിന്നിട്ടുണ്ട്. അത് നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിനക്കെന്നോട് സ്നേഹവുമില്ല, ഒരു കോപ്പും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായടാ. കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന പരമനാറി. ഇനി എനിക്ക് നീയുമായിട്ടൊരു ബന്ധവുമില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് കുറേ ചീത്ത അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഈ ചീത്തയെല്ലാം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സാമിൻ്റെ ഒരു കിളി പോയി. ഒന്ന് ഓർത്ത് നോക്കി ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്.
സ്വന്തം ഭാര്യയാണെന്ന് കരുതിയല്ല വന്നത്. അപ്പോൾ അതുപോലെ കുറേ പഞ്ചാര വാക്കൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ സാമു പറഞ്ഞു, അയ്യോ അയ്യോ എടി, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. ഓഹോ, അറിയാതെ പറ്റിപ്പോകുന്നതല്ലേ? ഒരു പെണ്ണിനെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചോണ്ട് വരുന്നത് അറിയാതെ പറ്റിപ്പോകുന്നതല്ലേ? ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങളങ്ങാണം കടന്നു വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക ചെയ്യേണ്ടത്. ഞാൻ കൊടുക്കുന്നുണ്ട് കേസ്. ഇനി എനിക്ക് നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഉടനെ ഡിവോഴ്സ് എഴുതി തന്നോണം. എൻ്റെ കുഞ്ഞിനെ ആയിട്ടേ എനിക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞും ഉണ്ട് കേട്ടോ കൂടെ. കാരണം ഈ സാമിനൊരു ഭാര്യയും അതുപോലെ കുഞ്ഞും ഉള്ളതാണ്. അപ്പം കുഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അമ്മേ, എന്നെ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം, എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നോ, നിൻ്റെ തന്ത അതുപോലത്തെ കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സാമു പറഞ്ഞു, നീ എന്തിനാ കുഞ്ഞിനെയും കൊണ്ട് വന്നത്? കുഞ്ഞും അറിയട്ടെ, കുഞ്ഞും നിൻ്റെ ലീലാവിലാസങ്ങൾ അറിയട്ടെ. കുഞ്ഞും നീ കാരനാണെന്ന് അറിഞ്ഞ് തന്നെ വളർന്നാൽ മതിയിടാ. നിന്നെക്കുറിച്ച് ഞാനുണ്ടല്ലോ വലിയ വീരവാദം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് അതാണ്, എൻ്റെ ഭർത്താവ് ഇതാണ് എന്നൊക്കെ. പക്ഷേ അന്നൊന്നും എനിക്ക് നിന്നെക്കുറിച്ച് സംശയം തോന്നിയിട്ടില്ല. കാരണം നീ കക്കാൻ പഠിച്ചവനും നീ നിൽക്കാൻ പഠിച്ചവനുമാണ്. പക്ഷേ ഇനി നിനക്ക് എൻ്റെ പുറകെ വരാനുള്ള യോഗ്യത പോലുമില്ല. മര്യാദയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പൊക്കോണം. മേലാൽ ഇങ്ങനെ ഒരു ഭാര്യയും മകനും ഉണ്ടെന്ന് നീ ഇനി കരുതുകയോ വേണ്ട. നിൻ്റെ ഭാര്യയും മകനും മരിച്ചു പോയിന്ന് നീ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു ചൂലെടുത്തിട്ട്, അതായത് അവിടെ ആ സൈഡിൽ എങ്ങാണ്ട് മൂലയ്ക്ക് ആ റൂമിനകത്തൊരു ചൂലുണ്ടായിരുന്നു. ആ ചൂലെടുത്തിട്ട് സാമിനെ തലങ്ങനും വിലങ്ങനും ഒക്കെ അടിച്ചു. ഏതായാലും അവിടെ നിന്ന് കുറച്ച് ആ ഹോട്ടലിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടിക്കൂടി കേട്ടോ. സത്യം പറഞ്ഞാൽ നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയി എന്ന് വേണം പറയാം സാമിൻ്റെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭാര്യയും മകനും അങ്ങ് പോയി. പിന്നെ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും വന്നു കേട്ടോ. ശ്രുതിയും കൂട്ടുകാരിയും രംഗത്തെത്തി. അങ്ങനെ ശ്രുതി പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചത്? നീ വിളിച്ചു കഴിഞ്ഞാൽ ഈ റൂമിലേക്ക് ഞാൻ വന്ന് നിൻ്റെ കിടക്കപ്പായിൽ കയറി കിടക്കുന്നോർത്തോ നീ? ഒരിക്കലും ഇല്ലടാ. എടാ വൃത്തികെട്ടവരെ, നിനക്കൊരു കുട്ടി ഒരു ഭാര്യ ഉണ്ടായിട്ടല്ലേടാ നീ ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നീയെ നിൻ്റെ ഭാര്യേനെയും മകനെയും ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക. എന്നിട്ട് അവന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നേക്കുന്നു. അതെ, ഈ ശ്രുതിയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് നിനക്ക് മനസ്സിലായല്ലോ. ഇനി മേലാൽ എന്നോടല്ല ഒരു പെണ്ണിനോടും നിൻ്റെ ഈ വക പരിപാടികളുമായിട്ട് ചെന്നേക്കരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ മീരാൻ പറഞ്ഞു, ദേ നിൻ്റെ ചെപ്പക്കുറ്റി നോക്കി ചെരുപ്പൂരി അടിക്കണമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ചെരുപ്പൂരി ഒന്നും അല്ല അടിക്കേണ്ടതെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ചൂലെടുത്തൊരു ഒറ്റ ഏറെറിഞ്ഞു കേട്ടോ നമ്മുടെ സ്വാമിൻ്റെ മുഖത്തേക്ക്. ഏതായാലും സ്വാമ് എല്ലാവരുടെയും മുമ്പിൽ തൊലി ഉരിഞ്ഞ് നാണം കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു രംഗമാണ്. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരെ ആ ഒരു മേഡത്തിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ഈ സാമിൻ്റെ മേഡം ഉണ്ടല്ലോ, ആ മേഡത്തിൻ്റെ പി ആണല്ലോ സാമ്. അവിടെയാണല്ലോ മസാജ് ചെയ്യാനൊക്കെ നമ്മുടെ ശ്രുതി പൊയ്ക്കൊണ്ടിരുന്നത്. ശ്രുതി ചെന്ന് അവിടെ പോയി പരാതി പറഞ്ഞു. ഏതായാലും ആ ഒരു പരാതി പറഞ്ഞതുകൊണ്ട് തന്നെ സാമിനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് സാമിനോട് പറഞ്ഞു, ആ മേഡം പറഞ്ഞു, നിൻ്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലടാ. നിന്നെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പ് പോലെ, എൻ്റെ സഹപ്രവർത്തകനല്ല കൂടപ്പിറപ്പ് പോലെയാണ് കണ്ടത്. ഇവിടെ കയറി ഇവള് വന്നത് മസാജിങ്ങിനാ. നീ എന്താ ഓർത്തത്? മസാജ് ചെയ്യാൻ നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം അങ്ങേയറ്റത്തെ വൃത്തികെട്ടവന്മാരാണെന്നാണോ നീ വിചാരിച്ചത്? അതെ, ഈ മസാജ് എന്ന് പറയുന്നത് ഇവളുടെ പ്രൊഫഷനാ. അതുകൊണ്ട് തന്നെയാണ് ഇവള് ആ ഒരു തൊഴിൽ ചെയ്യുന്നത്. അതൊരിക്കലും നീയെ വേറൊരു തരത്തിലും വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നടാ. അതുകൊണ്ട് ഞാൻ പറയുക, ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളെ പിച്ച് ചീന്തുകയും ചെയ്യുന്ന നിന്നെപ്പോലെയുള്ള ഒരാളെ എനിക്കിനി ജോലിക്ക് വേണ്ട. ഇനി നീ ഇവിടെ എൻ്റെ സ്റ്റാഫോ നീ എൻ്റെ ആരുമല്ല, ഇന്നിവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സാമ് പുള്ളിക്കാരിയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പ്ലീസ് മാം അബദ്ധം പറ്റിപ്പോയതാന്ന് പറയുമ്പോൾ, അബദ്ധം മര്യാദയ്ക്ക് ഇരുന്നോണം. നീ അപ്പോൾ ഇത്രയും നാളും ഈ കുട്ടി ഇവിടെ കയറി വന്നപ്പം ഈ കണ്ണും കൊണ്ടല്ലേ നീ കണ്ടത്? മാറി നിൽക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞു. ഏതായാലും അവിടെ ആകെപ്പാടെ വിഷയമാവുകയാണ്. അങ്ങനെ സാം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ആ മാം പറയുന്നുണ്ട്, സോറി മോളെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നിനക്കിത് നേരത്തെ എന്നോട് പറയത്തില്ലായിരുന്നോ? നേരത്തെ ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, സാരമില്ല മാഡം, ഞാൻ പരമാവധി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ വിവാഹം അടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇയാൾ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആ മാഡം പറയുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ മോളുടെ കല്യാണം നടക്കും, മോള് ഒത്തിരി അധ്വാനിക്കുന്നതല്ലേ, നല്ല രീതിയിൽ തന്നെ നടക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ്
ഇങ്ങനെ ആസ്വദിച്ചിട്ട്, അതായത് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മേഡം. എന്നിട്ട് ശ്രുതി ഇങ്ങ് വെളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്കും സാം അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ സാം ശ്രുതിനെ കണ്ടതും, നീ കാരണം ഇപ്പം എന്താ സംഭവിച്ചെന്നറിയാമോ? എൻ്റെ ഭാര്യയും എൻ്റെ മകനും എന്നെ ഇട്ടിട്ട് പോയി, ഇപ്പം എൻ്റെ ജോലിയും പോയി. ഇനി ഈ സാമിന് മുൻപും പിൻപും ഒന്നും നോക്കാനില്ല. ഏതായാലും നീ വെയിറ്റ് ചെയ്യുക. നിൻ്റെ കല്യാണം അടുക്കാറാകുന്നതല്ലേ ഉള്ളൂ. നിൻ്റെ കല്യാണം അടുക്കാറാകട്ടെ, നിൻ്റെ കല്യാണ ദിവസം എത്തട്ടെ, നിൻ്റെ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണോടി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് നമ്മുടെ സാം അങ്ങ് പോയത് കേട്ടോ. ഏതായാലും ഈ വെല്ലുവിളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീന എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക, ഒരു സമാധാനം ഇല്ലാതെ. അപ്പം മീര വന്നിട്ട് പറഞ്ഞു, അതേ ശ്രുതി, നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് വേണ്ട മീരെ, നീ ഡിന്നർ കഴിച്ചോളാൻ പറഞ്ഞു. എന്താ നീ കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? അത് പിന്നെ എന്തു പറ്റാനാ, എനിക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും പേടി കൂടി വരിക. അയാൾ വെല്ലുവിളിച്ചിട്ടാണ് പോയത് ആ സാം. ആ വിവാഹം നടക്കില്ലെന്ന്. എൻ്റെ വിവാഹം നടക്കാതെ പോയാൽ ഇതുവരെ ഞാൻ ആരുടെയും മുമ്പിൽ തല കുനിച്ച് നിന്നിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, ഞാൻ ജോലിക്ക് ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുകയും അതുപോലെ ആരുടെയും മുമ്പിൽ തല താഴ്ത്തുകയും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ആരുടെയൊക്കെയോ മുമ്പിൽ തല താഴ്ത്താൻ പോകുന്ന പോലെ മീര എനിക്ക് തോന്നുന്നത്. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ വിവരം സുധിയോട് പറഞ്ഞാലോ ഇവനിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാര്യം അവതരിപ്പിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ മീര പറഞ്ഞു, എന്ത് പറഞ്ഞ് നീ അവതരിപ്പിക്കൂടി? അല്ല, നീ എന്താ പറയാൻ പോകുന്നത്? എന്ത് പറഞ്ഞാണ് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നീ എന്തു പറയും സുധിയോട്? നിനക്കൊരു മറുപടി ഉണ്ടോ? അത് അങ്ങനെ ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ, അവൻ എന്നോട് സത്യത്തിൽ സ്നേഹമാണല്ലോ, പ്രേമമാണല്ലോ. ആ ഒരു സോഫ്റ്റ് കോർണറും കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അംഗീകരിക്കില്ലേ? കൊള്ളാം, അവൻ അംഗീകരിക്കുമായിരിക്കും. പക്ഷേ നിൻ്റെ അമ്മായിയമ്മേനെ നിനക്കറിയാലോ. വേറെ ഒരു രീതിയിലും അല്ല. ആ രേവതി പൂക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ ഇട്ട് അവിടെ പെടാപ്പാട് പെടുത്തുക. നിനക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, നീ ആരും ഇല്ലാത്തവളാണ്, ഒരു വിവാഹം കഴിച്ചവളാണെന്ന് നിൻ്റെ അമ്മായിയമ്മ അറിഞ്ഞു കഴിഞ്ഞാലേ എന്ത് ചെയ്യൂടി? അതും ഒരു കൊച്ചിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞാൽ സഹിക്കുമോ ആ തള്ള? അത് പിന്നെ അല്ല, എന്നോടൊരു ഒരു സോഫ്റ്റ് കോർണറും ഇല്ല. ഈ ചന്ദ്ര മേഡത്തിനെ ഞാൻ ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല, കുറച്ച് നാളുകളായിട്ട് എനിക്കറിയാലോ, നിനക്കും അറിയാലോ. അത് വെച്ച് ഞാൻ പറയാം, ഇതൊക്കെ നീ വെളിപ്പെടുത്താൻ പോയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നീ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം കുട്ടിച്ചോറാകുള്ളൂ മോളെ. അല്ലാതെ വേറൊന്നും ഇതിൻ്റെ അപ്പുറം ഞാൻ കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവൻ ചുമ്മാ ഇങ്ങനെ ഓലപ്പാമ്പൊക്കെ കാണിച്ച് ചിലപ്പം പേടിപ്പിക്കുമായിരിക്കും. അതൊക്കെ നീ വിട്. നീ ഒരു കാര്യം ചെയ്യുക, വിവാഹം കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പിടിച്ചു നിൽക്കുക. വിവാഹം കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്നത് നോക്കിയാൽ മതിയല്ലോ. ഈ വിവാഹം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്ത റിസ്ക്കായി പോവും. അതുമല്ല, നീ ആഗ്രഹിച്ച് കണ്ടെത്തിയതല്ലേ സുധീനെ, അതും നീ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ? അപ്പം നീ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവരൊരിക്കലും അംഗീകരിക്കില്ല, വിളിച്ചു പറഞ്ഞ് അംഗീകരിക്കാൻ പോകുന്നില്ല. നീ ഇതൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ച് എങ്ങനെയെങ്കിലും നടക്ക്. ദൈവം ഈ വിവാഹം നടത്താൻ ഉള്ളതാണെങ്കിൽ ദൈവം നടത്തി തരും, ഇല്ലെങ്കിൽ അത് മാറിപ്പോകും. അതത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. ശ്രുതിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല, എന്താകും എങ്ങനെയായി തീരും എന്നൊന്നും. ഏതായാലും ഇതിന് ശേഷമൊക്കെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വിവാഹ ദിവസം വരികയാണ്. പെട്ടെന്നാണ് ആ ഒരു വിവാഹ ദിവസം കാണിക്കുന്നത്. അങ്ങനെ ആ വിവാഹ ദിവസം വരുന്നു. അങ്ങനെ ആ വിവാഹം നടക്കാൻ പോകുന്നത് നമ്മുടെ രേവതിയുടെയൊക്കെ പൂക്കട ഉള്ള ആ ഒരു അമ്പലത്തിലാണ് കേട്ടോ. അങ്ങനെ കാറിൽ രേവതിയും അതുപോലെ തന്നെ അച്ചമ്മയും ശ്രീകാന്തും ഒക്കെ വന്നിറങ്ങുമ്പോൾ അവിടെ നമ്മുടെ രേവതിയുടെ അമ്മയും രേവതിയുടെ അനിയത്തിയും അനിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ചമ്മ ഇവരെ കണ്ടത് ഓടി വന്നിട്ട്, ഞങ്ങളെക്കാളും മുമ്പ് നിങ്ങൾ വന്നു എന്ന് ചോദിച്ചപ്പം, അച്ചമ്മ, ഈ കാണുന്നതാണ് ഞങ്ങളുടെ പൂക്കട, ഞങ്ങൾ ഇവിടെയാ പൂ വയ്ക്കുന്നത് എന്ന് ദേവ് പറഞ്ഞു. ഓഹോ, നിങ്ങളുടെ പൂക്കടയാണല്ലേ ഇത്? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ ഓർത്തു നിങ്ങൾ നേരത്തെ വന്നതായിരിക്കുന്നത്. നേരത്തെ വന്നത് തന്നെയാണ്, ഏതായാലും വിവാഹം നടക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ശ്രീകാന്തിനെ കണ്ട ഉടനെ നമ്മുടെ ദേവു ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതേ, ഇനിയിപ്പം അടുത്ത കല്യാണം ശ്രീയുടെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം, എൻ്റെ കല്യാണോ? അല്ല, ഇപ്പം നടന്നത് നമ്മുടെ സുധിയേട്ടൻ്റെ കല്യാണം. അതിനു മുമ്പ് സച്ചിയേട്ടൻ്റെ നടന്നു. ഇനിയിപ്പം ശ്രീയേട്ടൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ഇതേ സമയം
കാറിന് വന്നിറങ്ങിയത് നമ്മുടെ സുധിയും ചന്ദ്രയും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ സുധിയും ചന്ദ്രയും ഭാമയും ഒക്കെ ഇറങ്ങി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചിൻ അങ്ങ് കയറി വന്ന് നിന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ വരെ വന്നത് വണ്ടിക്കൂലി അങ്ങ് തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു സുധിയോട്. വണ്ടിക്കൂലിയോ? ആ വണ്ടിക്കൂലി വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും അവിടെ ഒരു ചെറിയ തർക്കമൊക്കെ ഉണ്ടാവുകയാണ്. ഇനിയിപ്പം വിവാഹം നടക്കുമോ ഇല്ലെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പം അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.